guys, welcome back to Ashnash Vlogs. ഇന്നത്തെ വീഡിയോ again ഒരു മലയാളം വീഡിയോ ആണ് because my parents are coming to the UK and we are here to pick them up. ഇപ്പോൾ അച്ഛനാണ് ഇന്ന് ഡ്രൈവ് ചെയ്ത് എയർപോർട്ടിലേക്ക്. ഞങ്ങളിപ്പോൾ എയർപോർട്ടിൽ എത്തുന്നുള്ളൂ. They're coming after 2 years, so it's going to be a different one today because ആദ്യമായിട്ടാണ് അവർ നമ്മുടെ പുതിയ വീട് കാണാൻ പോണത്. So I'm really excited and yeah, let's get going and we'll see. ഞങ്ങളിപ്പോൾ നേരത്തെയാണ് അവർ ലാൻഡ് ചെയ്തിട്ട് കുറച്ചൊരു 5 മിനിറ്റ് ഒക്കെ ആയിട്ടുള്ളൂ. സോ വി ആർ ക്വൈറ്റ് ഏർലി ബട്ട് ഇറ്റ്സ് ഓക്കെ ബിക്കോസ് എന്തെങ്കിലും ട്രാഫിക് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ വി വുഡ് ഗോട്ട് സ്റ്റക്ക്. സോ നേരത്തെ വന്നു ആൻഡ് വി ആർ റെഡി ടു വെൽക്കം ദം ഹോം. നല്ലൊരു സീനിക് റൂട്ടിൽ കൂടെ ഞങ്ങൾ വന്നത്. I'm gonna insert the videos here for you guys because അടിപൊളി സീനായിരുന്നു. അച്ചു എൻജോയ്ഡ് ദ ഡ്രൈവ്. നോ ഞങ്ങൾ വീടൊക്കെ സെറ്റ് ചെയ്താണ് വന്നിരിക്കണേ. കുക്കിംഗ് ചെയ്തിട്ടുണ്ട് കുറച്ച് ബിക്കോസ് ഉച്ചയാണ്. സോ ദേ വിൽ നീഡ് ലഞ്ച്. ഞങ്ങളും ലഞ്ച് കഴിച്ചിട്ടില്ല. സോ ഞാൻ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ രാത്രി ഇന്നലെ അതായിരുന്നു പണി. I wanted to show you guys, പക്ഷേ ഇന്നലെ ഭയങ്കര തിരക്കായിപ്പോയി. So I couldn't vlog anything even today ഇറങ്ങുമ്പോഴേക്കും. So that's why കാറിലിരുന്നാണ് ഞാൻ എല്ലാം പറയുന്നത് എല്ലാവരോടും. So yeah, we'll see. എങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഇന്നലെ എല്ലാം കുറേ സാധനങ്ങൾ ഉണ്ടാക്കി എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പോൾ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം എല്ലാം. ആൻഡ് അവരുടെ റൂമും സെറ്റാക്കി. ബട്ട് യാ, ഞങ്ങൾ എയർപോർട്ടിൽ പാർക്കിംഗ് തപ്പി നടക്കുക. ഇനി അവർ വന്നിട്ട് ബാക്കി കാണിക്കാം. പാർക്കിംഗ് കിട്ടാൻ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും അടുത്ത് തന്നെയായിരുന്നു പാർക്കിംഗ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓയിസ്റ്റർ കാർഡ്സ് മേടിച്ചു. 2 മേടിച്ചുള്ളൂ അമ്മയച്ഛനും വേണ്ടി. ആൻഡ് വി തോട്ട് ഒരെണ്ണം കൂടെ വി കുഡ് ജസ്റ്റ് യൂസ് അവർ കാർഡ്. അപ്പോൾ ഓയിസ്റ്റർ മേടിച്ചു. ടോപ്പപ്പ് ചെയ്ത് ഓയിസ്റ്ററാണ് മേടിച്ചത്. എയർപോർട്ടിൽ നിന്ന് അതേ കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് വെയിറ്റ് ചെയ്തു. ഞാൻ പെട്ടെന്ന് ഒരു ഡ്രിങ്ക് മേടിച്ചു. ആൻഡ് നമ്മൾ ഇപ്പോൾ വെയിറ്റിംഗ് ഔട്ട് സൈഡ് ദ അറൈവൽസ്. ഈ ഗേറ്റില്ലേ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ ദേ കോൾഡ് us and said they got out. എന്നിട്ട് ഞങ്ങൾ അവരെയും തപ്പി നടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഒരു ഡ്രമാറ്റിക് വെൽക്കം ഇല്ലാഞ്ഞത്. ബിക്കോസ് ഞങ്ങൾ അവിടെ തപ്പി നടക്കുകയായിരുന്നു. ആൻഡ് ദെൻ ഫൈനലി ഗോട്ട് ഇൻ ടു ദ കാർ ആൻഡ് വി വർ അബൌട്ട് ടു ഗെറ്റ് ഗോയിങ്. പോയ വഴി പോലെ തന്നെ ഇറങ്ങിയപ്പോഴും ഞങ്ങൾക്ക് നല്ല അടിപൊളി കൺട്രി സൈഡ് ഡ്രൈവ് കിട്ടി. ആൻഡ് ഫ്രണ്ടിൽ തന്നെ ഈ കാറ് കാണുന്നില്ലേ, ദാറ്റ്സ് എ വുഡൻ മേക്ക്. നല്ല ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നി. ദാറ്റ്സ് വൈ ഐ വാണ്ടഡ് ടു ഷോ യു ഗൈസ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി. ഈ വ്ളോഗിൽ തന്നെ ചെറുതായിട്ടൊരു മിനി ഹോം ടൂറും കൂടെ കാണിക്കാമെന്ന് വെച്ചു. വീട് സെറ്റ് ആവുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഹോം ടൂറൊന്നും ഇതുവരെ ചെയ്യാഞ്ഞത്. അപ്പോൾ ഇതൊരു ചെറിയൊരു സ്നീക്ക് പീക്ക് പോലത്തെ സംഭവമാണ് ബിക്കോസ് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടില്ല. സോ അവർ വന്ന് കയറിയപ്പോൾ തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുമായിരുന്നു എന്തൊക്കെയാണ് എവിടെയൊക്കെയാണെന്ന്. ഇത് ഞങ്ങളുടെ ഗാർഡനാണ് ആൻഡ് ദർ ഈസ് എ ഗാരേജ് അറ്റ് ദ ബാക്ക്. ഈ സ്പേസ് ടെക്നിക്കലി ഞങ്ങളുടെ ലിവിങ് റൂമാണ്. ബട്ട് വി യൂസിങ് ഇറ്റ് ആസ് എ ഓഫീസ് ഫോർ നൗ ബിക്കോസ് ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ഓപ്പൺ കിച്ചൺ ലിവിങ് ഏരിയ ഉണ്ട്. ഞങ്ങൾ ഫർണിച്ചറൊക്കെ മേടിച്ച് വരുന്നുള്ളൂ. മുകളിൽ പോയാൽ 3 ബെഡ്റൂമാണ്. ഇത് ഞങ്ങളുടെ മെയിൻ ബെഡ്റൂമാണ്. ഒരു 4 പോസ്റ്റർ ബെഡും ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഗസ്റ്റ് റൂമാണ്. ബെഡ് മാത്രമേ ഉള്ളൂ ആ റൂമിൽ. ആൻഡ് ഇതൊരു ചെറിയ റൂമാണ്, ഞങ്ങളുടെ 3rd ബെഡ്റൂം. ശരിക്കും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വീട്. നൈസ്. Do you like?
ഇത് ഞങ്ങളുടെ വൺ ഓഫ് ദ മോസ്റ്റ് അൺയൂസ്ഡ് സ്പേസസ് ആണ് ഞങ്ങളുടെ പ്ലോട്ടിലെ. ബട്ട് ഫ്യൂച്ചറിൽ ഞങ്ങൾക്ക് പ്ലാൻസ് ഉണ്ട് ടു ഡു സംതിങ് വിത്ത് ഇറ്റ്. സോ അതൊക്കെ ഞങ്ങൾ കാണിച്ചു കൊടുക്കുകയായിരുന്നു അവർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡിന് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു. അത് ഇല കിട്ടിയിരുന്നു. അപ്പോൾ ഇല വെച്ച് ഞാൻ ദമ്മിട്ടു. ചോറും മോരുകറിയും ബീൻസ് ഉപ്പേരിയും ഫിഷ് ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അവർക്കൊക്കെ നല്ല വെതർ ആയതുകൊണ്ട് പുറത്തിരുന്ന് കഴിക്കാൻ തോന്നി. അപ്പോൾ ഞങ്ങൾ ബിരിയാണിയും മീൻ ഫ്രൈയും ചോറും അവിയലും മോരുകറിയും ഒക്കെ എടുത്ത് പുറത്ത് വന്നു. ആൻഡ് ഫൈനലി വൈൻഡ് ഡൗൺ ചെയ്യണതിന് മുമ്പ് അവരെല്ലാ സാധനങ്ങളും എടുത്ത് പെട്ടിയിൽ നിന്ന് പുറത്തെടുത്ത് കാണിച്ചു തരുമായിരുന്നു. അതിന് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. ഇൻ ദി എൻഡ് വി ഓൾ റിലാക്സ്ഡ്. അവർക്ക് പുറത്തിരുന്ന് ചൂടും കൊണ്ട് ഉറങ്ങണമെന്നുണ്ടായിരുന്നു. സോ ദാറ്റ്സ് വാട്ട് ഇറ്റ്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അവർ വന്നിട്ട് റെസ്റ്റൊക്കെ എടുക്കുകയാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ചു. അപ്പോൾ ടുഡേ ഈസ് ഗോണ ബി എ ബിറ്റ് മോർ ചിൽ. പെട്ടിപ്പൊട്ടിക്കൽ ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. സോ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് അവർ കൊണ്ടുവന്നിരിക്കണതെന്നാണ് കാണിക്കാൻ പോകുന്നത്. സോ ഇഫ് യു ഹാവൻ സബ്സ്ക്രൈബ് ടു മീ then please do and stay tuned for the next vlog. Till then I will see you guys next time. Bye.